യൂണിറ്റ് 5 ഫിലിപ്സ് ഫ്രെഡ്നുവിൻ്റെ ദ വൈൽഡ് ഹണി സക്കിൾ എന്ന പോയമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൽ പോയറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റാണ്. അദ്ദേഹം അമേരിക്കൻ ഇൻഡിപെൻഡൻസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് എന്ന് പറയുന്നത് ഇമോഷണൽ ആയിരിക്കും, അതുപോലെ ഇമാജിനറി ഓഫ് അമേരിക്കൻ നേച്ചർ ആയിരിക്കും. അതോടൊപ്പം രാജ്യസ്നേഹത്തെ പറ്റിയും അദ്ദേഹം എഴുതുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വിളിക്കുന്നത് തന്നെ ദ പോയറ്റ് ഓഫ് ദ അമേരിക്കൻ റെവല്യൂഷൻ എന്നാണ്. ഇനി നമുക്ക് ആ പോയറ്റിലേക്ക് കിടക്കാം. ദ വൈൽഡ് ഹണി സക്കിൾ. ഇവിടെ വൈൽഡ് ഹണി സക്കിൾ ഫ്ലവർ സിംബലൈസ് ചെയ്യുന്നത് തന്നെ അമേരിക്കയുടെ പ്യുവർ നാച്ചുറൽ അൺടച്ച്ഡ് ആൻഡ് ഗ്രോയിങ് പോയട്രിനെ പറ്റിയാണ് കാണിക്കുന്നത് തന്നെ. ഈ പോയം പറയുന്നത് തന്നെ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് തന്നെ അമേരിക്കയുടെ ബ്യൂട്ടി നേച്ചർ ആൻഡ് കമ്പയർ ഇറ്റ് ടു ദ ബഡ്ഡിങ് അമേരിക്കൻ നേച്ചറിനെ പറ്റി കമ്പയർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇത് രണ്ട് രീതിയിലും ഇവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അഡ്മിറേഷൻ ഫോർ ദ നേച്ചർ ആൻഡ് ദ അവെയർനെസ് ഓഫ് ദ ലൈഫ്സ് ടെമ്പററി നേച്ചറിനെ പറ്റിയാണ്. ഈ പോയതിന് തീം വരുന്നത് നേച്ചേഴ്സ് ബ്യൂട്ടിയാണ്. അതായത് ഫ്ലവർ പീസ്ഫുള്ളി ഗ്രോ ചെയ്യും, അത് നേച്ചർ തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തോളും. ഇതിൽ സിംപ്ലിസിറ്റി ആൻഡ് ദ പ്യൂരിറ്റി എന്ന് പറയുമ്പം ഒരു ഫ്ലവറിനെ പോലെ തന്നെ അമേരിക്കയുടെ ഇന്നസെൻസിനെ പറ്റിയാണ് അത് പറയുന്നത്. ഇതിൽ പിന്നീട് പറയുന്നത് ലൈഫ് എന്ന് പറയുന്നത് ടെമ്പററി ആണ്. എല്ലാ ലിവിങ് തിങ്സും ഇൻക്ലൂഡഡ് ഫ്ലവേഴ്സ്. നമുക്കറിയാം എല്ലാം ടെമ്പററി ആണ്. എവറിത്തിങ് നമ്മുടെ ലൈഫ് തന്നെയാണെങ്കിലും ടെമ്പററി ആണ്. ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ നമ്മളും ഇല്ലാതായി മാറും. അടുത്ത ഹോപ്പ് ഫോർ ദ ഗ്രോത്ത് എന്ന് പറയുമ്പം അമേരിക്ക ഒരു സ്ലോലി ബ്ലൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് കൺട്രി ആയിട്ടാണ് പറയുന്നത്. ലൈഫ് തന്നെ ഒരു ബ്രീഫാണ്, പക്ഷേ മനോഹരമാണെന്നും പറയുന്നു. ഈ നേച്ചർ നമ്മളെ പഠിപ്പിക്കുന്നത് അതിൻ്റെ സത്യസന്ധമായ ഗ്രോത്തും ഡീക്കേയിങ്ങിനെ പറ്റിയാണ്. ഇനി നമുക്ക് ഈ പോയത്തിലേക്ക് കിടക്കാം. ഇതിൽ ഫസ്റ്റ് സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ അതിൽ മെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പോയറ്റ് ഒരു വൈൽഡ് ഹണി സക്കിൾ ഫ്ലവർ നന്നായി ഇട്ട് വളരുന്നത്, ഒരു ഹിഡൻ ആയിട്ടൊരു ക്വയറ്റ് പ്ലേസിൽ നന്നായി വളരുന്നത് കണ്ടു. ഇത് ഒരു നല്ലൊരു സ്ഥലത്ത് ഹിഡൻ ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഹ്യൂമൻ ബീങ്ങും അതിനെ ടച്ച് ചെയ്യുകയോ ഹാം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളി ഓപ്പൺലി ഫ്രീ ആൻഡ് നാച്ചുറലി അത് ബ്ലോസം ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം പറയുന്നത് ഇത് ഹിഡൻ ആയതുകൊണ്ട് തന്നെ ഇത് ആരും അതിലേക്ക് കടന്നു ചെന്നതുമില്ല, ആരും അത് പറിച്ചെടുത്തതുമില്ല. ആ ഫ്ലവർ ഒരു നേച്ചറിൻ്റെ പ്രൊട്ടക്ഷനിലാണ് അത് സേഫായിട്ട് ഇരിക്കുന്നതെന്നാണ് ആദ്യത്തെ സ്റ്റാൻസിൽ പറയുന്നത്. ഇനി സ്റ്റാൻസ് 2ലേക്ക് വരുമ്പം നേച്ചർ തന്നെ ആ പൂവിനെ ഒരു വെള്ള ഡ്രസ്സ് ഇടിപ്പിച്ച് നിർത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് സിംബലൈസ് ചെയ്യുന്ന ഒരു പ്യൂരിറ്റിനെയാണ് അവർ വൈറ്റ് ഡ്രസ്ഡ് എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്യുന്നത്. നേച്ചർ ഇതിനെ ഹൈഡ് ചെയ്തേക്കുക, വൾഗർ ഐകളിൽ നിന്നൊക്കെ ഈ പൂവിനെ നേച്ചർ ഹൈഡ് ചെയ്തേക്കുമെന്നാണ് പറയുന്നത്. കാരണം ഒരു കെയർലെസ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷൻ ഓഫ് പീപ്പിളിൻ്റെ ആണ് ഇത് പറയുന്നത്, ഈ വൾഗർ ഐ എന്ന് പറയുന്നത്. നേച്ചർ ഈ ഫ്ലവറിന് ഷെയ്ഡും കൊടുക്കുന്നുണ്ട്, സോഫ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള വാട്ടറും നൽകുന്നുണ്ട്. ഈ സമ്മർ ഡേയ്സ് പാസ് ചെയ്യുമ്പോൾ ഒരു ക്വയറ്റ്ലി ആൻഡ് പീസ്ഫുള്ളി എന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അഗെയിൻ ഹി സേസ് ദാറ്റ് സ്ലോലി ഇറ്റ് മൂവ്സ് ഫോർവേഡ് ടു റെസ്റ്റ്. അതായത് ആ പൂവിൻ്റെ പൂവില്ലാതാകാനുള്ള ഇതിലേക്കുമാണ് ചെല്ലുന്നതെന്നാണ് പറയുന്നത്. ഇതിൽ മറ്റൊന്ന് പറയുന്നത് വെച്ചാൽ പൂവ് അവർ എൻജോയ് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്ലാംനെസ്സും പിന്നെ അവരുടെ ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഒക്കെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ലോലി എൻഡ് ചെയ്യുന്നുമുണ്ട്. കാരണം ഇറ്റ്സ് ലൈഫ് പീസ്ഫുള്ളാണ്, പക്ഷേ ടെമ്പററി മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. തേർഡ് സ്റ്റാൻസിൽ പറയുന്നത് പോയിട്ട് ആ പൂവിൻ്റെ ബ്യൂട്ടിയിൽ അഡ്മയർ ചെയ്യുന്നുണ്ട്, പക്ഷേ അതോടൊപ്പം തന്നെ ആ ബ്യൂട്ടി ഫെയ്ഡ് ആവുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. പോയറ്റ് സാഡാണ് അതുകൊണ്ട്, കാരണം അതിന് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഡെത്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പം എയ്ഡൻ്റെ ഗാർഡനിലെ പൂക്കളും മരിക്കും, ഒന്നും തന്നെ ലാസ്റ്റ് ചെയ്യില്ല എന്നത്തേക്കും എന്നാണ് പറയുന്നത്. ഓട്ടം സീസണും ഫ്രോസ്റ്റിലൊക്കെ ഈ ഫ്ലവറിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ മീൻ ചെയ്തേക്കുന്ന ഈ തേർഡ് സ്റ്റാൻഡിൽ മീൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാ ഭംഗിയുള്ള സാധനം നേച്ചറിലുള്ളത് ഡീക്കേ ചെയ്യും, അത് മസ്റ്റാണ്. ഈവൻ ദ മോസ്റ്റ് പെർഫെക്റ്റ് തിങ് ക്യാനോട്ട് എസ്കേപ്പ് ഫ്രം ദം. ഓക്കെ, അത് അവിടെ നമുക്ക് എത്ര മനോഹരമുള്ള ഒരാളാണെങ്കിലും എന്ത് വസ്തു തന്നെയാണെങ്കിലും അത് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. സ്റ്റാൻസ് 4ൽ പറയുന്നത് ഈ ഫ്ലവറിനെ ബിഗിൻ ചെയ്യുന്നത് തന്നെ ഒരു സൺലൈറ്റിൽ നിന്ന് ഡ്യൂവിൽ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ.
ഇദ്ദേഹം പറയും നമ്മൾ ഉണ്ടായതും ഒന്നിൽ നിന്നുമല്ല, നമ്മൾ റിട്ടേൺ ചെയ്യുന്നതും ഒന്നിൽ നിന്നുമല്ലെന്നാണ്. ദാറ്റ് ഇസ് വി ആർ ബോൺ ഫ്രം നത്തിങ് ആൻഡ് റിട്ടേൺ ടു നത്തിങ് എന്നാണ്. ലൈഫ് ആ കുറച്ചൊരു ഷോർട്ട് മൊമെൻറ്റിലേക്ക് മാത്രം ലാസ്റ്റ് ചെയ്യുന്ന ഒന്നാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ ഒരു ഫ്ലവറിൻ്റെ എൻ്റയർ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഹവേഴ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ 4th സ്റ്റാൻഡേർഡിൽ ഇദ്ദേഹം മീൻ ചെയ്യുന്നത് ലൈഫ് എന്ന് പറയുന്നത് ഗ്രീഫ് ആൻഡ് ഫ്രാജൈൽ ആയിരിക്കും. ഹ്യൂമൻ്റെയും ഒരു ഫ്ലവറിൻ്റെയും ഒരു സെയിം ഒരു നമ്മൾ ഷെയർ ചെയ്യുന്ന ഫെയ്ത്ത് ഡെത്ത് എന്ന് പറയുന്നത് സെയിം ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഇവൻച്വലി ഡിസപ്പിയർനെസ്സും സെയിം ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ കവിതയിൽ. അതായത് ഈ കവിതയിൽ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എത്ര മനോഹരമായിട്ടുള്ളതാണെങ്കിലും ലാസ്റ്റ് അത് ഡീക്കേ ആകുമെന്നാണ്, നാശമായി പോകുമെന്നാണ് പറയുന്നത്. നമ്മൾ ഒന്നിൽ നിന്നുമല്ല നമ്മളുണ്ടായത്, പക്ഷേ മരിക്കുമ്പോഴും നമ്മൾ ഒന്നുമായിട്ടല്ല പോകുന്നത്. ഈ കവിതയിൽ ഈ പൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് തന്നെ നാച്ചുറൽ ബ്യൂട്ടിയും പ്യൂരിറ്റി ആൻഡ് ദ ഷോർട്ട്നെസ് ഓഫ് അവർ ലൈഫിനെ പറ്റിയാണ് അവർ സിംബലൈസ് ചെയ്യുന്നത്. ഇവിടെ പോയറ്റ് ഈ പൂവിനെ സിംബലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ്റെ ലൈഫിനെയും യങ് അമേരിക്കൻ നേഷനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഇതിൽ നിന്നൊരു